വയനാട് കള്ളാടി മീനാക്ഷി മണ്ണിടിച്ചിൽ ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായി. പഞ്ചായത്തിലെ 8, 12 വാർഡുകളിലുള്ള 171 കുടുംബങ്ങൾ അപകട ഭീഷണി നേരിടുന്നുവെന്നാണ് അധികൃതരുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. മീനാക്ഷി താണിലോട് പ്രദേശങ്ങളിൽ മീനാക്ഷിപ്പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള കുടുംബങ്ങളുടെ വിവരമാണ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ അരുൺ കൊടുങ്ങൂർ ചേരും. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കള്ളാടി ദുരന്ത ഭൂമിയിൽ അവിടെ എനിക്ക് തോന്നുന്നു രാഗി, അവിടെ ഈ മണ്ണിടിച്ചിൽ നടന്നതിന് ശേഷമാണ് അത് ഒരു അപകട ഭീഷണിയുള്ള സ്ഥലമായി മാറുന്നത്. അതുവരെ അതൊരു പ്രശ്നമുള്ള സ്ഥലമായിരുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം ഇനി അവിടെയുള്ള ജനങ്ങൾ, അവരുടെ അതിജീവനം, അവർക്ക് ഈ ഭീഷണി നേരിട്ടുകൊണ്ട് ഏത് ദിവസം എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ഭയന്ന് ആശങ്കയോടെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അധികൃതരുടെ നടപടികൾ പുരോഗമിക്കുന്നത്? അരുൺ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കള്ളാടി ദുരന്തം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ആശങ്കയായിരുന്നു ഇനി അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു ആശങ്ക, അതോടൊപ്പം തന്നെ അവരുടെ ഒരു ജീവിതം, അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആ മേഖല ഒന്നാകെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ, ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ ആശങ്ക മനസ്സിലേക്ക് കടന്നുകൂടുന്ന ഒരു അവസ്ഥയാണ് ആ പ്രദേശത്ത് ഉള്ളവർക്കൊക്കെ ഉള്ളത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ കള്ളാടി ദുരന്തം കൂടി ഉണ്ടാകുന്നത്. നേരത്തെ അതിനെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രദേശം ഒന്നാകെ ഏറ്റവും സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ഈ ചൂരൽമലയിലേക്ക് പോകുന്ന വഴികളിലൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നുള്ള ഒരു വലിയ ആശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അപകടം ആ മേഖലയിൽ കൂടി ഉണ്ടായതോടെ വലിയൊരു ആശങ്കയാണ് ഈ പ്രദേശവാസികൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആവശ്യം അത് ഈ മേപ്പാടി ദുരന്തത്തിൻ്റെ സമയത്തും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് പുത്തുമല ദുരന്തത്തിൻ്റെ സമയത്തും ഒക്കെ തന്നെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും കൃത്യമായ ഒരു നടപടിയിലേക്കോ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഈ സമയത്ത് പോലും, കള്ളാടി ദുരന്തത്തിൻ്റെ സമയത്ത് പോലും ഈ മണ്ണ് നീക്കം ചെയ്യാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റാനുള്ള സ്ഥലം കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 8 പേരുടെ മരണത്തിന് ഇടയായ ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ കണക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും ഏറെ വൈകിയാണ് ഈ കണക്കെടുപ്പ് പൂർത്തിയായത്. എന്തായാലും ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയിലേക്ക്, ഇവരുടെ പുനരധിവാസം തന്നെയാണ് ഇനി ഏറ്റവും വലിയ ചർച്ചയായി വരുന്നത്. എന്തായാലും നമ്മൾ ആദ്യം ഉന്നയിച്ച ആ വാർത്തയ്ക്ക് ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവരുടെ ഒരു ആശങ്ക ഇപ്പോൾ സർക്കാർ കേട്ടിരിക്കുകയാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിലെത്തണമെങ്കിൽ ഇവർക്ക് ഏറ്റവും സുരക്ഷിതമായി, ഏറ്റവും സമാധാനത്തോടെ താമസിക്കാൻ പറ്റുന്ന ഇടങ്ങൾ കണ്ടെത്തി നൽകുക, ഇവരെ ഈ ആശങ്കയിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായുള്ള കണക്കെടുപ്പാണ്, അതിൻ്റെ ആദ്യപടിയാണ് ഈ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ബാക്കി നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നതിലും ഉടൻ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ താമസിക്കുന്ന ആളുകളെ ഒക്കെ തന്നെ ഇനിയും വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി ഈ കണക്കെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന രാഹി ആതിര. അത് തന്നെയാണ് രാഖി, ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ അവരുടെ ഒരു അവസ്ഥ അത് നമ്മൾ എടുത്തു പറയണമല്ലോ. മറ്റുള്ള ജില്ലക്കാരെ പോലെയല്ല, കാരണം അത്രയേറെ സഹനശക്തിയുള്ള ഒരു ജനത മറ്റില്ല. അവർക്ക് ഈ അതിജീവിക്കാനുള്ള ഒരു കരുത്ത്, അല്ലേ? അതെ അതെ, അവർക്ക് അത് ഉള്ളിൽ നിന്നേ ഉണ്ട് എന്നുള്ളത് പറയണം. കാരണം ഈ ദുരന്തം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. അതിനെ അതിജീവിച്ചവർ മുന്നോട്ട് വരുമ്പോൾ അതിനൊപ്പം നിൽക്കേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങൾ കൂടിയല്ലേ. കാരണം ഇനിയും ഒരു ദുരന്തം അത് ആവർത്തിക്കരുത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നോണം അവിടെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല, അല്ലേ ആതിര? അരുൺ സൂചിപ്പിച്ചതുപോലെ അവരെ എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്.